പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ കുറ്റിച്ചൂലിനോട് ഉപമിച്ച പി.സി. ജോർജിനെതിരെ ശക്തമായ അച്ചടക്ക നടപടി വേണമെന്ന് കേന്ദ്ര നേതാക്കളോട് ആവശ്യപ്പെട്ടു ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. കേരളത്തിൽ ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെയെല്ലാം പി.സിയുടെ പരസ്യ പ്രസ്താവനകൾ പ്രതിസന്ധിയിലാക്കിയെന്ന തരത്തിലാണ് കാര്യങ്ങളെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. പ്രചരണകാലത്ത് അച്ചടക്കം ആര് ലംഘിച്ചാലും കർശന നടപടിയെടുക്കണമെന്നാണ് നിർദ്ദേശം. ബി.ജെ.പിയുമായി അനുനയത്തിന് തയ്യാറായില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ഉടൻ പി.സിയെ പുറത്താക്കും. ഒരാഴ്ച പി.സിക്ക് നിരീക്ഷണ കാലമായി അനുവദിക്കും. അതിനുശേഷം വേണ്ടിവന്നാൽ നടപടിയെടുക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ കേന്ദ്ര നേതാക്കൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ പി.സി. ജോർജിന് സ്ഥാനമാനങ്ങളൊന്നും ബി.ജെ.പി. നൽകിയില്ലെന്നാണ് സൂചന. എന്നാൽ താൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന് സ്വയം പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരേ ഒരു നേതാവ് പി.സി. ജോർജ് ആയിരുന്നു. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി മോഹവുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്വന്തം ജനപക്ഷം പാർട്ടിയെ ബി.ജെ.പി. ലയിപ്പിച്ച പി.സി. പൂഞ്ഞാറിലെ നിയമസഭാ തോൽവിക്ക് ശേഷം തീർത്തും അപ്രസക്തനായ പി.സി. വീണ്ടും തിരിച്ചുവരവിനുള്ള അവസരമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കണ്ടു. ക്രൈസ്തവ സഭകളുടെയും NSSന്റെയും പിന്തുണയുടെ അവകാശപ്പെട്ട് ബി.ജെ.പിക്കാരെയും മോഹിപ്പിച്ചു. എന്നാൽ ഇതൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയുടെ തന്ത്രങ്ങളുടെ ചുക്കാൻ കൈയാളുന്ന അമിത്ഷായും അംഗീകരിച്ചില്ല എന്ന വലിയ സത്യമാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പിന് മുൻപേ പത്തനംതിട്ടയിൽ പി.സി. ജോർജ് തോറ്റ സ്ഥിതിയായി. പ്രവചനങ്ങളെയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി. പ്രഖ്യാപിച്ചത്. ജീവിതം മുഴുവൻ കോൺഗ്രസിനായി ഒഴിഞ്ഞുവെച്ച അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന A.K. ആന്റണിയുടെ മകനെ സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് A.K. ആന്റണി. പ്രതിരോധ മന്ത്രിയായി UPA ഭരണകാലത്ത് കോൺഗ്രസിലെ പ്രധാനി. ഈ തലത്തിലുള്ള ഒരു നേതാവിന്റെ മകൻ കേരളത്തിൽ നിന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി വരുന്നത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകും. സംസ്ഥാന RSSും ബി.ജെ.പി. നേതൃത്വവും പി.സി. ജോർജിനെ സംശയത്തോടെ കണ്ടതോടെയാണ് സ്ഥാനാർത്ഥിത്വം വഴിമാറി മറ്റൊരു ക്രിസ്ത്യാനിയിലേക്ക് എത്തിയത്. ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറി കൂടിയായ അനിലിന് വോട്ട് കുറഞ്ഞാൽ കേരളത്തിലെ ബി.ജെ.പിക്കാർ മറുപടി പറയേണ്ടി വരും. പി.സിക്കും അത് വിനയായി മാറുമെന്ന ദയനീയ സ്ഥിതിയുമുണ്ട്. കേരളത്തിലെ ഈഴവ വോട്ടുകളിൽ ബി.ജെ.പി. പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. SNDP നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പി.സിയെ തള്ളിപ്പറഞ്ഞതും പത്തനംതിട്ടയിൽ നിർണായകമായി. ഇതിനൊപ്പം മോദിയുമായി അടുപ്പമുള്ള കേരളത്തിലെ പ്രമുഖ വ്യവസായിയും പി.സിയെ തള്ളിപ്പറയുന്ന നിലപാടുകാരനാണ്. ഇതെല്ലാം പത്തനംതിട്ടയിൽ പി.സിയെ തഴയാൻ കാരണമായി. ഏതായാലും താമരയിലെ പി.സി. ജോർജിന്റെ ഭാവി തുലാസിലാക്കുന്നതാണ് ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പി.സി. ജോർജിനെ നിലയ്ക്ക് നിർത്തുക മോദിയും അമിത്ഷായും എല്ലാം തീരുമാനിക്കും. അതിനപ്പുറം എടുത്തുചാട്ടങ്ങൾ വേണ്ടെന്ന സന്ദേശമാണ് പി.സിക്ക് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നൽകുന്നത്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അറിയാതെ മറ്റൊരു വഴിയെ ഡൽഹിയിലെത്തി ബി.ജെ.പിയുടെ ഭാഗമായ നേതാവാണ് പി.സി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും പി.സിയിൽ നിന്നും അകലം പാലിച്ചു. കേരളത്തിൽ RSSന് താല്പര്യമില്ലാത്ത വഴിയെ ബി.ജെ.പിയിൽ എത്തിയതും വിനയായി. ഇതിനൊപ്പം പി.സിയുടെ തീവ്ര മുസ്ലിം വിരുദ്ധ നിലപാട് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ല. ഈരാറ്റുപേട്ടയിലെ മറ്റു വിവാദങ്ങൾ ആളിക്കത്തിച്ചാൽ അത് ദേശീയ തലത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ ഇമേജ് ബി.ജെ.പിക്ക് നൽകുമെന്നും ദേശീയ നേതൃത്വം വിലയിരുത്തി. അങ്ങനെയാണ് പത്തനംതിട്ടയിൽ പി.സിക്ക് പകരം അനിൽ ആന്റണി എത്തിയത്. ആ അതൃപ്തി മറച്ചുവെക്കാതെ പി.സിയും തുറന്നടിച്ചു. ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനെന്ന നിലയിലായിരുന്നു പി.സി. ജോർജിന്റെ ബി.ജെ.പി. പ്രവേശനം ചർച്ച ചെയ്യപ്പെട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രയോജനം ചെയ്യുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. വ്യക്തിപരമായി ആരെയും ആക്രമിക്കുന്നില്ലെന്ന് പറഞ്ഞ പി.സി. ജോർജ് ആർക്കും പരിചിതനല്ലാത്ത അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ചു. അപ്പന്റെ പിന്തുണ മകനില്ല എന്നതാണ് പ്രശ്നം. A.K. ആന്റണി പരസ്യമായി അനിൽ ആന്റണിയെ പിന്തുണച്ചാൽ കുറച്ചുകൂടി എളുപ്പമായേനെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനൊപ്പം BDJSനെയും വെള്ളാപ്പള്ളിയെയും പി.സി. കടന്നാക്രമിക്കുകയും ചെയ്തു. ഇത് ബി.ജെ.പി. നേതൃത്വത്തിന് മുന്നിൽ പരാതിയായി ഉന്നയിക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ തീരുമാനം. കോട്ടയത്ത് NDA മുന്നണിക്കായി തുഷാർ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുഷാറിന്റെ വാക്കുകളെ ബി.ജെ.പിക്ക് തള്ളാനും കഴിയില്ല. അതിനാൽ പി.സിക്ക് സമീപഭാവിയിൽ തന്നെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൽ ശാസന കിട്ടാൻ സാധ്യത ഏറെയാണ്. വീണ വിജയനെതിരായ SFIO അന്വേഷണമടക്കം ചർച്ചയാക്കുന്നത് പി.സിയുടെ മകനായ ഷോൺ ജോർജ് ആണ്. ഇതിന് പിന്നിലും ലോക്സഭയിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള പൂഞ്ഞാറിലെ മുൻ MLAയുടെ തന്ത്രമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. അതും ഫലം കാണാതെ ബി.ജെ.പിയിലെ നനഞ്ഞ പടക്കമായി മാറുകയാണ് പി.സി. ജോർജ് എന്ന പഴയ കേരള കോൺഗ്രസ് പടക്കുതിര.